ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോ നമ്മളിനി നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. അതായത് ഇന്ന് മുതൽ നമ്മളെല്ലാരും തൊഴിലാളികളല്ല, കമ്പനിയുടെ മുതലാളിമാര്. ഓ, ഇന്ന് വരെ ഇതേപോലെ നല്ലൊരു കാര്യം നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. சாமி நீங்க வந்து தமிழா? ഒറിജിനലി തമിഴല്ല, മലയാളി, പാലക്കാട്. പാലക്കാട്. ஆனா எனக்கு ஒரு 10 வயசு உள்ளப்போ அப்பா அம்மா எல்லாம் திண்டுக்கல்லுக்கு ஷிஃப்ட் ஆச்சு. அதுக்கப்புறம் அங்கே படிச்சு வளர்ந்து நான் திரும்பி இங்க வந்து. நீங்க ஏது ஊர்ல இருக்கு? நான் தஞ்சாவூர் பக்கம். ரொம்ப நல்ல நாடு, எனக்கு நல்லா பிடிக்கும். ஆமா. സ്വാമിക്ക് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഞാൻ ടീ കോഫി ഒന്നും കുടിക്കില്ലേ. രാവിലെ ഒരു ഗ്ലാസ് ജീരക വെള്ളം. എന്നാ അതെടുക്കാം. ആ പതിവ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്, അതുകൊണ്ട് ഇനി വേണ്ട. അറിയോ? ഓക്കെ ഓക്കെ അല്ലേടാ? ഇത് ഓക്കെയാണ്. ശരി, എന്നാ പിന്നെ ഒപ്പിടണം. പ്രോപ്പർട്ടി ഓണേഴ്സ് ഭാർഗവൻ രാമകൃഷ്ണൻ. ഭാർഗവൻ സാറിന്റെ ഒപ്പ് നമുക്ക് അവിടെ വീട്ടിൽ ചെന്ന് വാങ്ങിക്കാം. ആയിക്കോട്ടെ. അമ്മാവൻ ഇപ്പൊ ഒപ്പിടും. അമ്മാവ. ഓ, ഞാൻ ഒപ്പിടട്ട. ഈശ്വര, കറക്റ്റ് തന്നെ. ഇനി ഗ്യാരണ്ടേഴ്സ് ആയിട്ട് 3 പെണ്ണുങ്ങൾ. ഒന്ന് നിത്യ, ഒന്ന് സുജാത, ഒന്ന് സാവിത്രി. ഈ സാവിത്രി ഭാർഗവൻ സാറിന്റെ അടുത്തുള്ളതാ. ഓ, ആണോ? അത് നമുക്ക് അവിടെ ചെല്ലുമ്പോ ഇടിക്കാം. ഓ, ആയിക്കോട്ടെ. നിത്യ ഒന്ന് സൈൻ ചെയ്യാം. മോളെ. സുജാതേ, വണക്കം. നമസ്തേ. ഞാൻ വൈകിയോ ഹരി? ഏയ് ഇല്ല ആന്റി, സ്വാമി ഇപ്പൊ വന്നതേ ഉള്ളൂ. ഓ, അമ്മേ ഒപ്പിട. സ്വാമി, എഗ്രിമെന്റിന്റെ കാര്യത്തില് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹരി മോന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കാര്യം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സ്വാമിയും സ്വാമിയുടെ കമ്പനിയും അതിനുവേണ്ട പിന്തുണ ഹരിക്ക് നല്ല രീതിയിൽ കൊടുക്കണം. ഹരിയെ പറ്റി ഞങ്ങളോട് പറഞ്ഞത് കൃഷി ഓഫീസർ ഉത്തരയാ. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാതെ ആരെങ്കിലും ഒരാൾ ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കുവോ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ, നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് ആദ്യത്തെ ഗഡു 75 lakhs. അതിന്റെ ചെക്കായത്. വാങ്ങിച്ചോളൂ. വാങ്ങിക്കടാ. അല്ല, ഞാൻ കരുതിയത് ഈ എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാ പണം കിട്ടാൻ ഒത്തിരി ദിവസങ്ങൾ എടുക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ സിസ്റ്റം ഒന്നും. പണം ആവശ്യമുള്ളവ കൊടുക്കണം. ഓ, ഹരി ഇത് വാങ്ങിച്ചു. വാങ്ങിച്ചോടാ. പൂജ്യങ്ങൾ എത്രയാ? 1 2 3 4 5 6 7. ഓ, ദാ മോളെ. അമ്മേ
മുരുക. അപ്പോ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. എല്ലാം നന്നായി വരട്ടെ. വരട്ടെ. ശരി സാർ വണക്കം. சூப்பரா வரும் சார். ആ ഡാ ബാബു, ഡാ ബാബു, പണിയൊക്കെ ചെന്നിട്ട് എല്ലാരും വാ. ആ നിങ്ങൾ അങ്ങോട്ടേ ഇല്ല. എന്താ ഹരി? എല്ലാവരോടായിട്ടൊരു സന്തോഷ വർത്താനം പറയാനുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഫിനാൻസ് കമ്പനിക്കാർ ഫണ്ട് അനുവദിച്ചു. ഇത്ര പെട്ടെന്നോ? ഇതൊക്കെ നമ്മളെ കൃഷി ഓഫീസറുടെ വിടുക്ക. അപ്പൊ പൈസ ശരിയായ സ്ഥിതിക്ക് പറഞ്ഞതെല്ലാം നടക്കുമല്ലേ? നടക്കാതെ പിന്നെ നമ്മൾ പരസ്പരം പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ നടത്തണമെന്ന് വാശിയുള്ളത് കൊണ്ടല്ലേ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോ നമ്മളിനി നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. അതായത് ഇന്ന് മുതൽ നമ്മളെല്ലാരും തൊഴിലാളികളല്ല, കമ്പനിയുടെ മുതലാളിമാര്. ഓ, ആ ഇന്ന് വരെ ഇതേപോലെ നല്ലൊരു കാര്യം നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പാടവരമ്പത്ത് നിന്ന് ആരെങ്കിലും സുഖവിവരം തിരക്കിയിട്ടുണ്ടോ? ഓ, ആര് തിരക്കാൻ? ആ ഇന്ന് മുതൽ നമ്മളെല്ലാവരുടെയും കാര്യത്തില് തുല്യ പരിഗണന ഉണ്ടാവും. ആ ഹരി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറ. ആ നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് നമ്മളങ്ങനെ പ്രത്യേകിച്ച് മുഹൂർത്തമൊന്നും നോക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു അതിഥിയെയും വിളിക്കുന്നുമില്ല. നാളെ തന്നെ നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് കമ്പനിയുടെ പ്രവർത്തനം അങ്ങ് ആരംഭിക്കുന്നു. നാളെ തന്നെ? ആ അതെ, നാളെ തന്നെ. അതുകൊണ്ട് നമുക്ക് നാളെ ആർക്കും പണിയില്ല, ഉത്സവത്തിന്റെ ദിവസമാ. ഓ, അപ്പോ നാളെ നമ്മുടെ തുടക്കം. ഹരി വിളക്കെടുത്തു വെച്ചു, ഉദ്ഘാടനത്തിന്റെ റിബണും കെട്ടി. ഇതൊക്കെ ആരാ ചെയ്യണ്ടേ? നമുക്കങ്ങനെ സെലിബ്രിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ലടോ. വിളക്ക് അമ്മയും അമ്മാവനും കൂടെ കൊളുത്തട്ടെ. റിബൺ കട്ട് ചെയ്യുന്നത് ഭാർഗവൻ സാറിനെ കൂടെ ചെയ്യിക്കാം. എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. എന്താ? അമ്മ വിളക്ക് കൊളുത്തട്ടെ. അമ്മാവൻ ഒരു തിരി കൊളുത്തിക്കഴിഞ്ഞ് ബാക്കിയുള്ള തിരികള് നമ്മുടെ കൂടെയുള്ളവരെ തെളിയിച്ചാ മതി.